السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റമളാനിൻ്റെ ഈ അവസാനത്തെ പത്തിലെ അവസാനത്തെ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ നാം ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സകാത്തുൽ ഫിത്ർ സകാത്ത് എന്ന വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പുണ്യകർമ്മമാണ് ഫിത്ർ സകാത്ത്. സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. റമളാനിലെ അവസാനത്തെ നോമ്പ് തുറയോടുകൂടി നിർബന്ധമാകുന്നത് കൊണ്ടാണ് ഇതിന് ഫിത്ർ സകാത്ത് എന്ന് പേര് ലഭിച്ചത്. ഹിജ്റ 2-ാം വർഷത്തിലാണ് ഫിത്ർ സകാത്ത് നിർബന്ധമായത്. നോമ്പിൽ വന്നുപോയ വീഴ്ചകൾ ഫിത്ർ സകാത്ത് കൊണ്ട് ശുദ്ധീകരിക്കുമെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. മാത്രമല്ല, റമളാനിൽ നാം ചെയ്ത അമലുകളെ ആകാശഭൂമികൾക്കിടയിൽ തടയപ്പെടുമെന്നും ഫിത്ർ സകാത്ത് കൊടുത്തു വീട്ടുമ്പോൾ മാത്രമേ അതിനെ ഉയർത്തപ്പെടുകയുള്ളൂ എന്നും ഹദീസിൽ വന്നിരിക്കുന്നു. നിസ്കാരത്തിൽ മറന്നാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കുന്നത് പോലെ നോമ്പിൽ വന്ന വീഴ്ച ഫിത്ർ സകാത്ത് കൊണ്ട് പരിഹരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തിനാണ് ഫിത്ർ സകാത്ത് നിർബന്ധമാക്കിയത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മാസം നോമ്പ് നോറ്റ മുസൽമാൻ തുടർന്നു വരുന്ന ദിനം പെരുന്നാൾ ആഘോഷത്തിന്റെ ദിനമാണ്. അല്ലാഹു അവന്റെ അടിമകളെ സൽക്കരിക്കുന്ന സുദിനം. അന്ന് എല്ലാവരും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം. ആരും പട്ടിണി കിടക്കരുത്. ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുത്തേ തീരും. അതിനു വേണ്ടിയാണ് ഫിത്ർ സകാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഫിത്ർ സകാത്തിന്റെ സമയം നമുക്കൊന്ന് വിശദീകരിക്കാം. ഫിത്ർ സകാത്ത് നിർബന്ധമാകുന്ന സമയം റമളാനിന്റെ അവസാനത്തെ പകലിലെ സൂര്യൻ അസ്തമിച്ചാൽ ഫിത്ർ സകാത്ത് നിർബന്ധമായി. എന്നാൽ പെരുന്നാളിന്റെ പകൽ സുബഹി മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയത്ത് കൊടുക്കലാണ് ശ്രേഷ്ഠമായ സമയം. പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് പിന്തിപ്പിക്കൽ കറാഹത്താണ്. എന്നാൽ അടുത്ത കുടുംബത്തിൽപ്പെട്ടവരെയും അടുത്ത കുടുംബത്തിൽ പാവപ്പെട്ടവരെയും അയൽവാസികളെയും പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തിപ്പിക്കുന്നതിന് വിരോധമില്ല. പകൽ അവസാനിച്ചിട്ടും മഗ്രിബ് കഴിഞ്ഞിട്ടും കൊടുക്കാതിരുന്നാൽ കുറ്റക്കാരനാവും. ഹറാമാണ്. അത് കൊടുത്തു വീട്ടേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ഖളാ വീട്ടേണ്ടതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, രാത്രി കൊടുക്കുന്നതിനേക്കാൾ രാവിലെ കൊടുക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞല്ലോ. എല്ലാ ഇബാദത്തും സമയമായാൽ ആദ്യത്തിൽ നിർവഹിക്കലാണ് ഉത്തമമെങ്കിൽ ഫിത്ർ സകാത്ത് അങ്ങനെയല്ല. രാവിലെ കൊടുക്കലാണ് ഉത്തമം. ഫിത്ർ സകാത്ത് കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഫിത്ർ സകാത്തിന്റെ അരി നീക്കി വെക്കുമ്പോൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടേ സ്വീകരിക്കും. ഫിത്ർ സകാത്തിനും നിയ്യത്ത് നിർബന്ധമാണ്. ഇത് എന്റെയും കുടുംബത്തിന്റെയും ഫിത്ർ സകാത്താണെന്ന് കരുതണം. തനിക്കും താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യ, മക്കൾ, കഴിവില്ലാത്ത മാതാപിതാക്കൾ എന്നിവർക്കും പെരുന്നാളിന്റെ പകലും ശേഷമുള്ള അന്നുള്ള രാത്രിയിലും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, തന്റെ കടം ഇവ കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവൻ ഫിത്ർ സകാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഇപ്പറഞ്ഞതിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള അധിക പേരും ഇത് നിർബന്ധമുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന അരിയാണ് ഫിത്ർ സകാത്തായി കൊടുക്കേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷാവർഷം നാം കൊടുക്കുന്നവരാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, അരി വിതരണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നല്ല അരി മാത്രം കൊടുക്കുക. പുഴുക്കുത്തോ
അതല്ലെങ്കിൽ മോശമായതോ തിളച്ചു വരുമ്പോൾ മണം അടിക്കുന്നതോ ആയ അരി നാം ഒരിക്കലും കൊടുക്കരുത്. നാം ചെയ്യുന്നത് നിർബന്ധമായ ഒരു അമലാണെന്ന് മനസ്സിലാക്കി നല്ല അരി തന്നെ വിതരണം ചെയ്യുക. ഒരാൾക്ക് ഒരു സ്വാഅ് ആണ് കൊടുക്കേണ്ടത്. അതും നമുക്കറിയാം. ഒരു സ്വാഅ് 4 മുദ്ദാണ്. മുദ്ദും സ്വാഉം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു അളവ് പാത്രങ്ങളാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ പാത്രങ്ങൾ. നാഴി, നാരായം, പറ എന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് അളക്കാൻ വേണ്ടി നെല്ലും അരിയൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അളവ് പാത്രങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അളന്നു കൊടുത്തിരുന്നത് നാം അളന്നു തന്നെ കൊടുക്കണം. തൂക്കിയല്ല ഫിത്ർ സക്കാത്തിന്റെ അരി വിതരണം ചെയ്യേണ്ടത്. ചില ഇസ്ലാമിക ബുക്ക് സ്റ്റാളുകളിൽ മുദ്ദിന്റെ പാത്രം ലഭ്യമാണ്. ഒരു സ്വാഅ് 4 മുദ്ദാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു മുദ്ദ് എന്നുള്ളത് 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ 4 മുദ്ദ് 800 മില്ലി ലിറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 4 മുദ്ദ്, ഒരു മുദ്ദ് 800 മില്ലി ലിറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 4 മുദ്ദ് 800 ഗുണിക്കണം 4 സമം 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. ഈ ലിറ്റർ കണക്കിന് അളന്ന അരി നമ്മൾ തൂക്കി നോക്കിയാൽ, തൂക്കിയിട്ടല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഈ അളന്നുകൊണ്ട് ലിറ്റർ കണക്കിന് അളന്ന് നമ്മൾ മാറ്റിവെച്ച അരി തൂക്കി നോക്കിയാൽ പലതും പല തൂക്കമായിരിക്കും. പല അരികൾ. ചില അരി 2400 ഉണ്ട്, ചില അരി 2500 ഉണ്ട്, ചിലത് 2600. അങ്ങനെ അരിയുടെ കനക്കനുസരിച്ച്, അരി കനമുള്ളതാണെങ്കിൽ ചില തൂക്കം വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ കനമില്ലാത്ത അരി തൂക്കം വ്യത്യാസപ്പെടും. എന്നാൽ നാം നൽകുന്ന അരി ഒരു സ്വാഅ് ഇല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് വീടുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കും. എന്നാൽ നമ്മുടെ ചില പണ്ഡിതന്മാർ 2500 കൊടുത്താൽ ഒരു സ്വാഅ് ഉണ്ടാകുമെന്നും, കുറവില്ലാതിരിക്കാൻ തൂക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തൂക്കി കൊടുക്കുകയാണ്. സ്വാഇന്റെ പാത്രം കിട്ടിയില്ല, മുദ്ദ് കിട്ടിയില്ല, എന്നാൽ നമ്മൾ തൂക്കി കൊടുക്കുകയാണെങ്കിൽ 2500 കൊടുത്താൽ ഒരു സ്വാഅ് ഉണ്ടാകുമെന്നും, കുറവില്ലാതിരിക്കാൻ 2800 കൊടുത്താൽ നല്ലതാണെന്നും പറഞ്ഞിരിക്കും. ചില പണ്ഡിതന്മാർ 2800 കൊടുക്കണം, 3 കിലോനാണെങ്കിൽ ഏറ്റവും നന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫിത്ർ സക്കാത്ത് ഒരാൾക്കുള്ളത് ഒരു സ്വാഇൽ കുറയാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, ഫിത്ർ സക്കാത്ത് ആര് കൊടുക്കണം? ഫിത്ർ സക്കാത്ത് ഉടമസ്ഥൻ സ്വന്തമായി വിതരണം ചെയ്യണം. അതല്ലെങ്കിൽ ഒരു വക്കീലിനെ ഏൽപ്പിച്ച് അയാൾക്ക് വിതരണം ചെയ്യാം. എന്നാൽ ഇന്ന് ചില നാടുകളിൽ കണ്ടുവരുന്ന ഫിത്ർ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ ടീമുണ്ട്. അതൊരു ടീമാണ്. അവർക്ക്, ആ ടീമിന്, ആ കമ്മിറ്റിക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. കാരണം ഒരാളെ വക്കാലത്താക്കാന്ന പറഞ്ഞു. കമ്മിറ്റി എന്ന് പറഞ്ഞ മെമ്പർമാരും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി ഒക്കെ കൂടുമ്പോഴെ കമ്മിറ്റിയാവും. അതൊരു വ്യക്തിയല്ല. ഒരു വ്യക്തിക്ക് കൊടുക്കണം. ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് ആ വ്യക്തി വിതരണം ചെയ്യണം. ഇനി ഫിത്ർ സക്കാത്തിന്റെ അരിക്ക് പകരം കാശ് കൊടുത്താൽ മതിയാവുമോ? കാശ് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടുകയില്ല. അരി തന്നെ കൊടുക്കണം. ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനം തന്നെ കൊടുക്കണം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾക്കറിയാം, അവിടെ ബക്കാലയിലൊക്കെ ഈ സ്വാഇന്റെ ഒരു കീസ് തന്നെ ഉണ്ടാവും. 2.5 കിലോ 2.600 ആയിട്ട് അരി വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. അത് അറബികളൊക്കെ അങ്ങനെ എടുത്ത് 5, 6, 7 കീസുകളായിട്ട് വണ്ടിയിൽ വെച്ച് അങ്ങനെ കൊണ്ടുപോയി പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്യും. അവർക്ക് കാശ് കൊടുക്കാൻ കഴിയായിട്ടാണോ? അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പണം ഉപയോഗിക്കാഞ്ഞിട്ടാണോ? അല്ല, നബി അത് അളന്നാണ് കൊടുത്തത്. അതുകൊണ്ട് നമ്മളും അളന്ന് അരിയാണ് കൊടുത്തത്, അതല്ലെങ്കിൽ കാരക്കയാണ് കൊടുത്തത്, അതല്ലെങ്കിൽ ഗോതമ്പാണ് കൊടുത്തത്. നബി പണം കൊടുത്തതായിട്ട് ഹദീസിൽ വന്നിട്ടില്ല.
അതുകൊണ്ട് നമ്മളും അരി തന്നെ കൊടുക്കണം, കാശ് കൊടുത്താൽ വീടുകയില്ല എന്നാണ് അധിക പണ്ഡിതന്മാരും അതിനെപ്പറ്റി പറയുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 10 റിയാൽ ഇങ്ങനെ വാങ്ങാൻ വരും. എൻ്റെ ഫിത്ർ സക്കാത്ത് 10 റിയാൽ കൊണ്ടാ 10 റിയാൽ കൊണ്ടാന്നിട്ട് ഓരോരുന്ന് 10 റിയാൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകും. നമ്മൾ നമ്മുടെ സക്കാത്ത് അരിയായിട്ട് നമ്മൾ തന്നെ കൊടുക്കണം. 10 റിയാൽ ഒരാൾ ചോദിച്ചു വന്നവനെ മടക്കണ്ട, അമ്മസായില പലാത്തൻഹർന്ന് ചോദിച്ചു വരുന്ന ആളെ മടക്കി വിടണ്ട, ഓരൊരു 10 റിയാൽ എടുത്തു കൊടുക്കുക. ഫിത്ർ സക്കാത്ത് നീ ബക്കാലി പോയിട്ട് അരി വാങ്ങിയിട്ട് കണക്ക് പ്രകാരം ഒരു സ്വാഹ്, അതായത് 3 ലിറ്ററും 200 മില്ലി ലിറ്ററും നമ്മളിപ്പോൾ ഈ പറഞ്ഞ തൂക്ക് കണക്കിനാണെങ്കിൽ 2.800 അല്ലെങ്കിൽ 2.500 വാങ്ങിയിട്ട് സാധുക്കൾക്ക് കൊടുത്താലേ ഫിത്ർ സക്കാത്ത് വീടുകയുള്ളൂ, കാശ് കൊടുത്താൽ വീടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ നമ്മുടെ വീട്ടിലേക്ക് പാവപ്പെട്ടവരെ വരുത്താതെ നാം തന്നെ നമ്മുടെ കൈ കൊണ്ട് അവരുടെ ഹക്ക്, അത് അവരുടെ ഹക്കാണ്, അവരുടെ വീട്ടിൽ എത്തിക്കണം. അത് നമ്മുടെ താഴ്മയുടെയും ലാളിത്യത്തിൻ്റെയും അടയാളമാണ്. കിബിറില്ല എന്നതിൻ്റെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കണം. മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ് ചൊല്ലി ഇദ്ദയിൽ ഇരിക്കുന്ന ഭാര്യയുടെയും ത്വലാഖ് ചൊല്ലപ്പെട്ട ഗർഭിണിയുടെയും സക്കാത്ത് ഭർത്താവ് കൊടുത്തിരിക്കണം. ഇനി ഭർത്താവ് കഴിവ് കുറഞ്ഞവനാവുകയും ഭാര്യ സ്വത്തുള്ളവളാണെങ്കിൽ അവൾ ഭർത്താവിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുത്തോളണമെന്നില്ല. മാത്രമല്ല അവളുടെ സ്വന്തം ഫിത്ർ സക്കാത്തും അവൾ കൊടുക്കേണ്ടതില്ല. ഇനി ഭർത്താവിനേക്കാൾ സ്വത്തുള്ള ഒരു പെണ്ണ് എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊടുത്താൽ അതിൽ കുറ്റമൊന്നുമില്ല, അത് സുന്നത്താണ്, നല്ലതാണ്. മാതാപിതാക്കളോ മക്കളോ അമുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ അവർ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ചിലവിന് നൽകേണ്ടി വരും. നോക്കണം നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ഒരു കുടുംബനാഥന് വാജിബായ എല്ലാവരുടെയും സക്കാത്ത് കൊടുക്കാൻ കാശില്ല, കഴിവില്ല എങ്കിൽ ആദ്യം അവൻ്റെ സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കണം, പിന്നെ ഭാര്യയുടേത് കൊടുക്കണം, പിന്നെ ചെറിയ കുട്ടികളേത് കൊടുക്കണം, പിന്നീട് പിതാവിൻ്റെത് കൊടുക്കണം, പിന്നെ അവൻ്റെ അടുത്ത് കാശുണ്ടെങ്കിൽ അരി വാങ്ങാൻ കാശുണ്ടെങ്കിൽ പിന്നീട് മാതാവിൻ്റെത് കൊടുക്കണം, അവസാനം വലിയ മക്കളുടേത് കൊടുക്കണം. ഇങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗികൾക്കും രോഗമില്ലാത്തവർക്കും ആരോഗ്യമുള്ളവർക്കും ഒക്കെ ഫിത്ർ സക്കാത്ത് നാം പറഞ്ഞ ഒരു സ്വാഹാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. കുട്ടികളാണെന്ന് കരുതിയിട്ട് അവർക്ക് 1 കിലോ കൊടുക്കാൻ പറ്റില്ല. ഈ കണക്ക് തന്നെ കൊടുക്കണം. ഓരോ അളവാണെന്നർത്ഥം. ഇനി ജോലി ചെയ്യാൻ കഴിവുള്ള മുതിർന്ന കുട്ടിയുടെ സക്കാത്ത് പിതാവിന് കൊടുക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ മഗ്‌രിബിന്റെ ബാങ്കുള്ളത് 6:46 മഗ്‌രിബിന്റെ ബാങ്ക്. എന്നാൽ 6:45 ഒരു കുട്ടി പിറന്നാൽ ആ കുട്ടിക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഗൗരവം മനസ്സിലാക്കുക. അതുപോലെ 6:46 ബാങ്ക്. 6:47 ഒരാൾ മരിച്ചാൽ അയാളെ തൊട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഖുർആനിൽ പ്രസ്താവിച്ച 8 പേർക്കാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന. 8 പേർക്കാണ് ഫിത്ർ സക്കാത്തും നൽകേണ്ടത്. എന്നാൽ നമ്മുടെ നാടുകളിൽ ഇന്ന് ആ 8 വിഭാഗങ്ങളെ കിട്ടൂല. നേരെ മറിച്ച് ഫക്കീർ, മിസ്കീന്, പൊതുവിശ്വാസി, കടക്കാരൻ, യാത്രക്കാരൻ എന്നിവരൊക്കെ എത്തിക്കാം. ഇവർക്കാണ് നൽകേണ്ടത്. ഖുർആനിൽ പറയപ്പെട്ട അടിമപത്രം എഴുതപ്പെട്ട, സ്വതന്ത്രപത്രം എഴുതപ്പെട്ട അടിമ എന്തുകൊണ്ടില്ല? യോദ്ധാവില്ല. സക്കാത്തിന് വേണ്ടി അമൽ ചെയ്യുന്ന ആമിലില്ല. അതൊക്കെ ഇസ്ലാമിക ഭരണം ഉള്ള സ്ഥലത്തെ ഈ ആമിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ എത്ര വിഭാഗം നാട്ടിലുണ്ടോ അത്ര ഓഹരി വെക്കണമെന്നും ഓരോ
വിഭാഗക്കാരിലും 3 പേർക്കെങ്കിലും കൊടുക്കണമെന്നൊക്കെ പറയാറുണ്ട്. 3 ഫക്കീറിനോ അത്ര കൊടുക്കുക, അത്ര വീതിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 മിസ്കീനിനോ 3 ഫക്കീറിനോ നൽകിയാലും മതിയാകും എന്ന അഭിപ്രായക്കാരാണ് പണ്ഡിതന്മാർ. അതല്ല ഒരാൾക്ക് മാത്രം കൊടുക്കാം എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ അയൽവാസികളിൽ പാവപ്പെട്ട ആൾ ഫക്കീർ മിസ്കീന്മാരൊക്കെ തേടി പിടിച്ച് നിങ്ങൾ അത് അവരുടെ വീട്ടിലേക്ക് എത്തിക്കും. ഇനി ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ഒരാൾ എവിടെയാണോ അവിടെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അപ്പൊ ഭാര്യ അവളുടെ വീട്ടിലാണെങ്കിൽ ആ നാട്ടിലാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്, ഭർത്താവിന്റെ നാട്ടിലല്ല നൽകേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, അവർ ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് പെരുന്നാളിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, COVID-19 കൊറോണയുടെ സമയത്ത് പുറത്തിറങ്ങാൻ ഒരു നിവൃത്തിയില്ല. ഫിത്ർ സക്കാത്തിന്റെ അരി വാങ്ങാനോ പാവപ്പെട്ടവരെ തേടിപ്പിടിച്ചത് കൊടുക്കാനോ അവിടെയാണ് എങ്ങനെയും നൽകേണ്ടത്. ഒരു വിധം സാധിക്കുമെങ്കിൽ നമ്മളുള്ള സ്ഥലത്ത് നമ്മൾ നൽകണം. കാരണം നമ്മുടെ തടി എവിടെയാണ് ആ സ്ഥലത്താണ് നൽകേണ്ടത്. കാരണം ഇത് തടിയുടെ സക്കാത്താണ്, തടിയുടെ ടാക്സാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. മറ്റത് മുതലിന്റെ സക്കാത്ത്, അത് വേറെ. ഇത് അരിയായി കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്ന തടിയുടെ സക്കാത്ത്, അത് എവിടെയാണ് തടിയുള്ളത് ആ സ്ഥലത്താണ് വിതരണം ചെയ്യേണ്ടത്. അപ്പൊ പ്രവാസികൾ ഗൾഫിൽ അവരുടെ താമസ സ്ഥലത്ത് അവർ ജീവിക്കുന്ന സ്ഥലത്താണ് നൽകേണ്ടത്. എന്നാൽ ഒരാളെ ഹോസ്പിറ്റലിലാക്കി അതല്ലെങ്കിൽ റൂമിൽ സ്വന്തമായിട്ടാണുള്ളത്, പുറത്തിറങ്ങാൻ കഴിയില്ല, ആർക്ക് കൊടുക്കാനും ആളെ എത്തിക്കൂല, ബക്കാലിയിൽ പോയിട്ടത് വാങ്ങാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അവന് നാട്ടിലേക്ക് വിളിച്ചു ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറു വിവരണമാണ്. പെരുന്നാളിന്റെ രാവ് ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ പ്രത്യേകം പുണ്യമേറിയത്. ഈദുൽ ഫിത്തറിനെ അർഹമായ വിധം വരവേൽക്കാൻ, പരിശുദ്ധ റമളാനിനെ ഇഖ്ലാസുള്ള അമലുകളെ കൊണ്ട് സന്തോഷത്തോടെ യാത്രയാക്കാൻ നമുക്ക് ആഫിയത്തും ആയുസ്സും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആർക്കും പള്ളിയിൽ പോയി ഇഅ്തികാഫിരിക്കാനോ ഖുർആൻ ഓതാനോ അതുപോലെ തന്നെ മറ്റുള്ള അമലുകൾ ചെയ്യാനോ ജുമാ ജമാഅത്തുകൾ നടത്താനോ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ ഈ വർഷത്തെ റമളാൻ ഇനി പള്ളിയിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. റമളാനിനെ തുടർന്ന് വരുന്ന ചെറിയ പെരുന്നാളും പള്ളിയിൽ വെച്ചുണ്ടാവാൻ, പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ചുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം സുന്നത്തുള്ള നല്ലൊരു അമലാണ്. അത് വീട്ടിൽ വെച്ച് എങ്ങനെ കുടുംബവുമൊത്ത് നമുക്ക് നിർവഹിക്കാം. ചെറിയ പെരുന്നാൾ നിസ്കാരം, അതിൻ്റെ ഖുതുബ, ആണാണ് ഇമാമത്ത് നിൽക്കുന്നതെങ്കിൽ അതിനെ ചെറിയ ഖുതുബോളാണ്. ആ ചെറിയ ഖുതുബ ചെറിയ രീതി ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം വിശദീകരിച്ചും ചെറിയൊരു ഖുതുബ നിങ്ങൾക്ക് അറിയിച്ചു തന്നും അടുത്തായി താമസിയാതെ നിങ്ങൾക്കൊരു വോയിസ് അയക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. السلام.